ഇസ്ലാമിനെ കുറിച്ച് ആരെങ്കിലും പൊക്കിപ്പറഞ്ഞാൽ ആഹാ എന്തൊരു അന്തസ്സാണെന്നറിയാമോ? അതിനി ആരായിരുന്നാലും ശരി അവരെ പൊക്കി വാനോളം പുകഴ്ത്തി കൊണ്ടു നടക്കാൻ മുസ്ലിം സമുദായത്തിന് എപ്പോഴും താല്പര്യം. അതങ്ങനെയാണല്ലോ. കാരണം അവനവന്റെ ആശയത്തോട്, അവനവന്റെ ആദർശത്തോട്, അവനവന്റെ വിശ്വാസ സംഹിതയോട്, മതത്തോടൊക്കെ യോജിച്ചിട്ടുള്ള അഭിപ്രായം ഇനി ഫിനോയിൽ രമേശൻ പറഞ്ഞിരുന്നാലും ശരി എടുത്ത് പൊക്കി കൊണ്ടു നടന്ന് ദുബൈയിലൊക്കെ കൊണ്ടുപോകളയും. പണം വേണോ, വീട് വേണോ, എന്ത് വേണമെങ്കിലും കൈവെള്ളയിൽ വെച്ചു കൊടുക്കുകയും ചെയ്യുന്നത് സർവ്വസാധാരണമാണ്. ഇരിക്കട്ടെ. പക്ഷേ ഇസ്ലാമിൽ നടക്കുന്ന ഏതെങ്കിലും വസ്തുതകളെ ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ അവര് കൊള്ളരുതാത്തവരാ. അവര് വളരെ മോശപ്പെട്ട ആളുകളാ. കഴിഞ്ഞ ദിവസം ഞാനും ഇസ്ലാമിൽ നിന്നും കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയി കഴിഞ്ഞ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അലി ഫിലിപ്പ്. അദ്ദേഹവും തമ്മിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു ക്ലബ് ഹൗസിൽ. അദ്ദേഹം പറഞ്ഞ ചില വസ്തുതകൾ മുഹമ്മദ് നബിയുടെ ജീവിതം വളരെ നന്നായി പഠിച്ചു മനസ്സിലാക്കി ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് വളരെ നല്ല രൂപത്തിലുള്ള അവഗാഹവും നേടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആ സംസാരിച്ച എല്ലാ വിഷയത്തിനും അവരുടെ കയ്യിൽ അതിന് തത്തുല്യമായിട്ടുള്ള ഡേറ്റാസ് ഉണ്ട്. ഹദീസ് ആണെങ്കിലും ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വസ്തുതകളാണെങ്കിലും സംഭവങ്ങളാണെങ്കിലും എല്ലാം കയ്യിലുണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇതൊന്ന് കേട്ടുവയ്ക്കാം. പറഞ്ഞ് അവകാശപ്പെടുന്ന മുഹമ്മദിന്റെ ജീവിതം ആലോചിച്ച് നോക്ക്. അതിന് മുമ്പേ മുഹമ്മദിന്റെ ഗതികെട്ട ഒരു മരണത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ബാധിച്ച് സുബോധമില്ലായിരുന്നു 8 മാസത്തോളം. അതിന്റെ പുറമെ കള്ളും കുടിച്ച് യുദ്ധത്തിനൊക്കെ പോയി പല്ലും നഷ്ടപ്പെട്ട് വല്ലാത്തൊരവസ്ഥ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. വല്ലാത്തൊരവസ്ഥ ജീവിതം. ഇദ്ദേഹത്തെയാണ് പ്രവാചകനാക്കി. കുറച്ച് കൊള്ളാവുന്ന ഒരുത്തനെ കുറച്ച് ജീവിത വിശുദ്ധിയൊക്കെ ഉള്ള ഒരുത്തനെ പ്രവാചകനാക്കിയിരുന്നെങ്കിൽ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിശാച് ബാധിതനും അവിഹിത സന്തതിയും അവസാനം ഗതികെട്ട് ഭാര്യമാര് വിഷം കൊടുത്ത് കൊല്ലേണ്ടതി എന്ന വ്യക്തിയെ കുറിച്ച് ഒരു വ്യക്തിയെ പ്രവാചകനാക്കിയിട്ട് കുറച്ച് കൊള്ളാവുന്ന ഒരാളെ പ്രവാചകനാക്കി തെരഞ്ഞെടുക്കാൻ അള്ളാഹുവിന് പറ്റില്ലായിരുന്നോ എന്നാണ് നമ്മുടെ അലി ഫിലിപ്പ് സഹോദരൻ ചോദിക്കുന്നത്. ഇപ്പോഴിതാ ഒരാള് ഒരു പള്ളിയെ സംബന്ധിച്ച് പറയാണ്, ജാമിയ മസ്ജിദിനെ കുറിച്ച് പറയുന്നു. മുസ്ലിം ആകാൻ ആളുകൾ ക്യൂ നിൽക്കുന്നു. ചോദിക്കട്ടെ സുഹൃത്തെ, ഈ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ വന്നിരുന്നാലും ശരി, ഈ ലോകത്ത് ഭൂമിയിൽ ഒരൊറ്റ അമുസ്ലിം പോലും അവശേഷിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? ലോകം മുഴുവനും ഇസ്ലാം സ്പ്രെഡ് ആയിക്കോട്ടെ, വളർന്നോട്ടെ, പക്ഷേ അതുകൊണ്ട് മാത്രം ഇസ്ലാം ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് പോരാ. അദ്ദേഹം പറയണതൊന്ന് കേട്ട് നോക്കിക്കോ. പറയട്ടെ. ജാമി മസ്ജിദ് ഒരു ചരിത്രപരമായ മസ്ജിദാണ്. ഇതിന്റെ പ്രത്യേകത ഇതൊരു ചർച്ച് ലുക്കിലാണ്. നമ്മള് ജാമിയ മസ്ജിദിൽ എത്തിയിട്ടോ കണ്ടങ്ങള് ചർച്ചിന്റെ ലുക്കില് പരമായ മസ്ജിദാണ്. ഇതിന്റെ പ്രത്യേകത ഇതൊരു ചർച്ച് ലുക്കിലാണ്. നമ്മള് ജാമിയ മസ്ജിദിൽ എത്തിയിട്ടോ കണ്ടങ്ങള് ചർച്ചിന്റെ ലുക്കില് ആ ചർച്ചിനെ വാങ്ങിച്ചിട്ട് 1960 വാങ്ങിച്ചു, 69 അതൊരു മസ്ജിദാക്കി തോന്നുന്നു. ആ ചർച്ച് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടോ, ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. വാങ്ങിയിട്ട് ടൊറന്റോയിലെ ആദ്യത്തെ മസ്ജിദാണ് കേട്ടോ. It's just, materialistic is what we are blessed with. But Allah has so much more to offer to us, and He wants to offer to us, and that's... 2026 റംസാനിലെ എൻ്റെ ആദ്യത്തെ ജുമ സൗത്ത് കൊറിയയിലും രണ്ടാമത്തെ ജുമയായ ഇന്ന് കാനഡയിലുമാണ്, ടൊറന്റോയിൽ. അപ്പം കാനഡനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ.
ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് എപ്പോഴും വരുത്തും. ഇമാമ് പറഞ്ഞു എപ്പോഴും വരുത്തും ആൾക്കാർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ക്രിസ്ത്യൻസിനായാലും ഹിന്ദുവിനായാലും. ഈ ലക്ഷ്മൺ എന്ന് പറഞ്ഞ പയ്യന് ഇവിടെ ജനിച്ചു വളർന്നതാണ്. പക്ഷേ ശ്രീലങ്കക്കാരനാണ്. എത്രയോ വർഷങ്ങൾക്ക് 35 വർഷം മുന്നോട്ട് അവരുടെ ഫാമിലി ഇവിടെ സെറ്റിൽ ആയതാണ്. ലക്ഷ്മണായിട്ട് ഞാൻ ഒരു മിനിറ്റ് എടുത്ത വർത്തമാനത്തിൽ അവൻ പറഞ്ഞു ഈ മുസ്ലിം കമ്മ്യൂണിറ്റീൻ്റെ സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സപ്പോർട്ട് കണ്ടിട്ട് ആകെ അതിശയപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതെന്ത് ജീവിയാന്നുള്ളത് അറിയില്ല കേട്ടോ, അറിയുന്നവർ പറഞ്ഞു തരണേ. അപ്പം നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച തണുപ്പ് ലേശം കുറവുണ്ട് കേട്ടോ. ഇന്ന് -1 മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്നിപ്പം ജുമാക്ക് പോകണം. അപ്പം ഇവിടുത്തെ വലിയ ഹിസ്റ്റോറിക്കലായ ഒരു പള്ളി ഉണ്ട് കേട്ടോ. കുറച്ച് ദൂരമാണ്, 4.5 കിലോമീറ്റർ ഇവിടുത്തെ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത് ജുമാക്ക് കേട്ടോ. അതിൻ്റെ ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം. അതായത് 1906 നിർമ്മിച്ച ഒരു ക്രിസ്ത്യൻ ചർച്ച്. ഓക്കെ, ആ ക്രിസ്ത്യൻ ചർച്ചിനെ 1969 സൗദി കിങ്ഡം അസീസ് രാജാവിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇവിടെ അത് വാങ്ങിച്ചു. ആ ചർച്ചിനെ വാങ്ങിച്ചു. ആ ചർച്ചിനെ വാങ്ങിച്ചിട്ട് 1960 വാങ്ങിച്ചു. 69 അതൊരു മസ്ജിദാക്കി തുറന്നു. അതിൻ്റെ പേരാണ് ജാമി മസ്ജിദ്. അപ്പം ഇവിടെ പഴയത് ഇപ്പോഴൊക്കെ അതിന് ശേഷം കുറേ പള്ളികളൊക്കെ വന്നു. 160ഓളം പള്ളികൾ ഈ ടൊറൻഡോ സിറ്റി തന്നെ ഉണ്ട്. ഇപ്പോൾ വലിയ പള്ളി തന്നെ ഒരു 12 ഉണ്ട്. അപ്പോൾ അതിൽപ്പെട്ടാണ് നമ്മൾ മദീന മസ്ജിദിലൊക്കെ പോയത്. അപ്പം ഈ പള്ളി ജാമി മസ്ജിദ് ഒരു ചരിത്രപരമായ മസ്ജിദാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതൊരു ചർച്ച് ലുക്കിലാണ്. അതാണ് വേറൊരു രസം. പിന്നെ ഇവിടുത്തെ ഏറ്റവും ട്രഡീഷനായ തുടക്കങ്ങളിലുള്ള പള്ളിയാണ്. അപ്പം ആ പള്ളിയിൽ പോകണം, ജുമ കഴിയണം, എന്നിട്ട് നമുക്ക് കുറച്ച് കറങ്ങി കാഴ്ചകളും കൂടി കാണണം കേട്ടോ. ട്രാം പോകുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് -1 ആയതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ. സംസാരിക്കാനൊക്കെ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇന്നലെ ഇന്നും തമ്മിൽ സംസാരിക്കുമ്പോഴുള്ള വ്യത്യാസം. അപ്പോൾ എന്നാൽ നമ്മൾ മസ്ജിദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകൾ, അതിൽ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും നമ്മളെ ജാമി മസ്ജിദിൻ്റെ കാഴ്ചകളും. ഓക്കെ, എല്ലാവരും കൂടെ ഉണ്ടാവില്ലേ? എല്ലാവരും ഉണ്ടാവണം കേട്ടോ. സപ്പോർട്ട് ചെയ്ത് തരണം. എന്നാൽ തന്നെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് അറിയാലോ, നമ്മളിനി എന്ത് കളിച്ചിട്ടും കാര്യമില്ല. നിങ്ങളെ സപ്പോർട്ട് ഇല്ലാതെ നമ്മളിനി എന്ത് കളിച്ചാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളെ സപ്പോർട്ട്, നിങ്ങളെ സബ്സ്ക്രൈബ്, നിങ്ങളെ കമൻറ്റുകൾ, നല്ലതായാലും കിടക്കായാലും നിങ്ങളെ കമൻറ്റ് കൂടെ നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക കുറേ അറിയുന്ന ആൾക്കാർക്ക്. അങ്ങനെ എല്ലാവർക്കും ഒരു സഹായം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവട്ടെ. നമ്മളങ്ങനെയല്ലേ ജീവിതം. നിങ്ങൾ എന്നെ സഹായിക്കുന്നു, ഞാൻ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾക്ക് അറിവുകൾ തരുന്നു, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് പറഞ്ഞു തരുന്നു, കാഴ്ചകൾ തരുന്നു, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പോൾ എന്തെങ്കിലും പോരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി, ഞാൻ കവർ ചെയ്യും. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കാഴ്ചയിലേക്ക് പോകണം. എല്ലാവർക്കും സ്വാഗതം. ഇത് തണുപ്പ് കുറഞ്ഞപ്പോൾ തന്നെ ഒരു സുഖം കിട്ടും. ആൾക്കാരൊക്കെ കുറച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്താല്ലേ നമ്മളെ ബ്രിട്ടൻ്റെ അതേ അല്ലേ, ലണ്ടനിലെ അതേ ബിൽഡിങ്ങുകൾ. ഇതാണ് ബ്രിട്ടീഷിൻ്റെ ബിൽഡിങ്. നമ്മുടെ നാട്ടിലുണ്ട് കുറേ അങ്ങനത്തെ ചർച്ചുകളോ. പിന്നെ നമ്മളെ കൊൽക്കത്ത, മുംബൈ അല്ല അന്ന് ബോംബെ, അവിടുത്തെ ഒക്കെ ബിൽഡിങ്ങുകളല്ലേ. ഇന്നലെയൊക്കെ ചുവട്ടിലേക്കും ചുണ്ടിലേക്കും എങ്ങോട്ടൊക്കെ ആയിരുന്നു തണുപ്പടിച്ചതെന്ന് അറിയില്ല. എങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തതെന്ന് എനിക്കറിയില്ല. കൈയൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് കൈ ഇങ്ങനെ കട്ടിയായിട്ട് മൊബൈലും പിടിക്കാൻ പറ്റുന്നില്ല, നടക്കാനും കഴിയുന്നില്ല, കീസയിലേക്ക് എടുത്തിടാനും കഴിയുന്നില്ല. ഭയങ്കര സംഭവം തന്നെ കേട്ടോ. ഇന്ന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. സ്കൂൾ ഗ്രൗണ്ടാട്ടോ നമ്മൾ കാണുന്നത്. കുട്ടികൾ കളിക്കുന്നത് ഐസിൽ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടല്ലേ നിങ്ങൾ. കുട്ടികൾ ആ ഡ്രസ്സ് ഇട്ട് എക്സ്പീരിയൻസ് തന്നെയല്ലേ. നമ്മളെ കുട്ടികൾ ആരെങ്കിലും ഇളകാൻ നിൽക്കുമോ? ആ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും കളിക്കുന്നത് വേറെ നിവൃത്തിയില്ല അവർക്ക്, അല്ലേ? സത്യമല്ലേ? അപ്പം എന്താവും, അവരത് എക്സ്പീരിയൻസ് ചെയ്യും. ഇത്രയും ഇപ്പം നമ്മളെ കുട്ടികളായാലും ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ വീടുകളാണ് കാണുന്നത്. കേൾക്കാൻ തോന്നുന്നത് ഈ വെള്ളത്തിന് എങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മൾ ജാമി അല്ലാഹു അക്ബർ പള്ളീൻ്റെ പേര് ജാമി മോസ്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടങ്ങൾ ചർച്ചിൻ്റെ ലുക്കിൽ അതേ ലുക്ക് തന്നെയാണ്. പക്ഷേ അതിൻ്റെ മുകളിൽ അല്ലാഹു അക്ബർ പള്ളീൻ്റെ പേര് ജാമി മോസ്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ല നിങ്ങൾ ലുക്ക് കണ്ടോ? പള്ളി തുറന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇവിടെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെയും തുറക്കലാട്ടോ. ജുമാക്ക് നേരത്തെ തുറന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആ ഭാഗത്തേക്ക് ലേഡീസാണ്, ഈ ഭാഗത്താണ് കേട്ടോ ആണുങ്ങൾക്കുള്ളത്. ഡോറ് തുറക്കൂല, തണുപ്പായതുകൊണ്ട് നമുക്ക് ഒന്ന് കയറി വെക്കാം. അപ്പം നമ്മൾ പള്ളീൻ്റെ അകത്താണ് കേട്ടോ ഉള്ളത്. ആ ചർച്ച് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടോ, ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല വാങ്ങിയിട്ട്. ചർച്ചുള്ള കാലത്ത് അവിടെ ആയിരിക്കും അവരെ കുരിശുണ്ടായിരുന്നത്. പകരം ഇതിൻ്റെ കിബില ഇവിടെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പം കിബിലുള്ളത് കേട്ടോ. ഈ രീതിയിലാണ് നമ്മൾ കയറുമ്പോൾ വിചാരിക്കും അവിടേക്കാണ്. പക്ഷേ കിബിലക്കനുസരിച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ചേഞ്ച് വരുത്തിയിട്ട് ഇങ്ങനെയാണ് ഇപ്പം സഫ് വെക്കുന്നത്. പക്ഷേ പള്ളീൻ്റെ സംഗതികളൊന്നിനും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. നേരെ അതിനെ ചർച്ചിനെ പള്ളിയായിട്ട് യൂസ് ചെയ്യാണ് കേട്ടോ. 1969 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം 70 എന്ന് പറഞ്ഞാൽ 31, 26, 37, 57 വർഷമായിട്ട് ഉള്ള ടൊറൻഡോയിലെ ആദ്യത്തെ മസ്ജിദാണ് കേട്ടോ.
സൗത്ത് കൊറിയയിലും, രണ്ടാമത്തെ ജുമയായ ഇന്ന് കാനഡയിലുമാണ്, ടൊറന്റോയിൽ. അപ്പം ഇനി മൂന്നാമത്തെ ജുമ എവിടെയാണെന്ന് അറിയില്ല, പഠിച്ചുകൊണ്ട് തീരുമാനമായിട്ടുണ്ടാവും. അപ്പം അങ്ങനെയാണ് 2026 വർഷത്തിൽ ഈ ചരിത്രപരമായ ഭയങ്കര ഹിസ്റ്ററിയുള്ള ഈ പള്ളിയിലാണ്, ജാമി മസ്ജിദിലാണ് ഇന്നത്തെ എൻ്റെ ജുമ. أشهد أن لا إله إلا الله أشهد أن محمدا رسول الله الله أكبر الله أكبر اللهم إنا نحمدك ونستعينك ونستهديك ونستغفرك ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وصلوات الزاكيات على خير البريات and to indulge in the sweetness of Iman. This verse indeed also calls us to strive hard to attain taqwa, which is the sweetest fruit of the month of Ramadan, the month of forgiveness, the month of purity, the month of acceptance, the month in which we should go closer to Allah subhanahu wa ta'ala through the sincerity of our worship towards Him subhanahu wa ta'ala. This is the month of guidance. Allah Azza wa Jalla said, شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. The month of Ramadan in which the Quran was revealed as guidance for mankind and the clear signs. أهلا وسهلا رسولان برحمتك يا رحيم يا رحمن. And also dua for brother Rahman Hamdi who will have surgery today. We ask Allah subhanahu wa ta'ala to make peace for him. We ask Allah Azza wa Jalla to grant him speedy recovery. Allahumma shfi shifaan ajilan. Allahumma So, he's a wonderful guy. I can see him on my church. Messages that passed through by people said that's ഓരോരുത്തരും വന്നിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു ഇസ്ലാം മതം സ്വീകരിക്കുന്നു, അവർ മടങ്ങിപ്പോകുന്നു. കണ്ടോ? ഈ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആളുകളാണ്. എന്നിട്ട് അവരോട് ഇസ്ലാമിനെ കുറിച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു ശരി, ഇദ്ദേഹം പറയുന്നത് ടൊറന്റോയിലെ 1950കളിലും 60കളിലും ഒക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന്, അഥവാ അമുസ്ലിങ്ങൾ കാഫിറുകളുടെ കയ്യിൽ നിന്ന് വിലക്കെടുത്ത ചർച്ച് ഇന്ന് ഏറ്റവും വലിയ ഒരു ജാമിയ മസ്ജിദായി മാറിയിരിക്കുന്നു. അവിടുത്തെ ആദ്യത്തെ പള്ളിയാണ്. അവിടെ ഓരോ ദിവസവും ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നതിനു വേണ്ടി തയ്യാറെടുത്തു വരുന്നു എന്നാണ്. അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിനു വേണ്ടി മാത്രം ഒരുപാട് മതപുരോഹിതന്മാർ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും പറന്നെത്തുന്നു. ഓക്കെ, നല്ലത്. അദ്ദേഹം ഒരു മലയാളിയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിലെത്തി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജുമുഅയൊക്കെ നമസ്കരിച്ചിട്ട് അവിടുത്തെ വിശേഷങ്ങളും ഇസ്ലാമിന്റെ വളർച്ചയെയും മുസ്ലിങ്ങളുടെ കുതിപ്പിനെയും ഒക്കെ സംബന്ധിച്ചിട്ടാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത്. വളരെ നല്ലത്. അതിന് അദ്ദേഹത്തിന് മുസ്ലിങ്ങളിൽ നിന്നുള്ള നല്ല രൂപത്തിലുള്ള സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്, ലഭിക്കേണ്ടതുമാണ്. കാരണം എഫേർട്ടാണല്ലോ ലോകത്ത് നടക്കുന്ന വിവിധ സംഭവങ്ങൾ നമ്മൾ അവിടെ പോകാതെ തന്നെ നമുക്ക് അറിയാനുള്ള ഒരു ചാൻസ്. ശരി, കേരളത്തിലെ ഇസ്ലാമിന്റെ അവസ്ഥ എന്താ? അവിടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ടൊറന്റോയിലെ ജാമിയ മസ്ജിദിൽ നിന്നും ദിനേന ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നാലും ഇസ്ലാം ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ മതിയായിട്ടുള്ള പല തെളിവുകളുമുണ്ട്. ഉണ്ടോ? ശരി, കേരളത്തിലേക്ക് വരും. കേരളത്തിന്റെ പരിതാപകരമായ സാഹചര്യങ്ങളെക്കുറിച്ചും കേരളത്തിൽ വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സംസ്ഥാനമായതിന്റെ പേരിലും വായിക്കുകയും അറിയുകയും സോഷ്യൽ മീഡിയയിൽ ഇടപെടുകയും ചെയ്യുന്ന വലിയ ഒരു കമ്മ്യൂണിറ്റിയെ സൃഷ്ടിക്കാൻ സാധിച്ചതിന്റെ പേരിലും ഇസ്ലാമിന്റെ വളർച്ചയും തളർച്ചയും നന്നായി മനസ്സിലാക്കിയ ഒരു പുരോഹിതൻ പറയുന്നതൊന്ന് കേട്ടു നോക്കൂ.
പറയൂ ഉസ്താദെ, പറയൂ. മുസ്ലിം യുവത കൗമാരങ്ങൾ ഇസ്ലാം വിട്ട് പുറത്തു പോയിട്ട് 10,000-കണക്കിന് മുസ്ലിം യുവത കൗമാരങ്ങൾ ഇസ്ലാം വിട്ട് പുറത്തു പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറയാൻ കാര്യം, ഏതാണ്ട് ഒരു 5ഓളം ചെറുപ്പക്കാരെ 17 വയസ്സ് പ്രായക്കാരായ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ പരിധിയിലുള്ള ഒരു വിദ്യാർത്ഥി ദുബൈയിൽ പഠിക്കുന്ന ആളാണ്. അവൻ നബിയിൽ ഞാൻ വിശ്വസിക്കില്ലെന്ന് വളരെ മതഭക്തിയുള്ള കേരളത്തിലെ തന്നെ അതിസമ്പന്നമായ ഒരു കുടുംബമാണ്. എറണാകുളം മേഖലയിലും ഞാൻ വ്യക്തമാക്കി പറയില്ല, അടുത്തു വന്നാൽ പറഞ്ഞു തരാൻ വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നുണ പറയാനല്ലെന്ന് ബോധ്യപ്പെടാൻ. എൻ്റെ ഒരു ദിവസം എന്നെ വിളിച്ചുകൊണ്ട് ഇവരുടെ കാരണവന്മാർ, എൻ്റെ പൊന്നുമോൻ ഇങ്ങനെ പറയുന്നു, അവൻ എന്നോട് വലിയ ഇഷ്ടമാണ്, കരയുകയാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കില്ല, 9 വയസ്സുകാരിയായ ആയിഷ ബീവിയെ കല്യാണം കഴിച്ച ഒരു മനുഷ്യനെ ഞാൻ നബിയായി അംഗീകരിക്കില്ല. ഞാൻ ആ പയ്യന് മറുപടി പറയാൻ വേണ്ടി 2 മണിക്കൂർ രാത്രിയിൽ അവനുമായി സംസാരിച്ചിരുന്നു. ഞാൻ അവനോട് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറഞ്ഞു. അവൻ ദി ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പുസ്തകം അവൻ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കയ്യിൽ തരിക. അവൻ ചിന്തിക്കുന്ന, വായിക്കുന്ന, ശാസ്ത്രബോധമുള്ള പയ്യനാണ്. പക്ഷെ അവനെ പ്രവാചകൻ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന വിധത്തിൽ അവന്റെ മനോഭാവം മാറ്റിക്കളഞ്ഞത് ഇവരാണ്. മറ്റൊരു നാട്ടിൽ, ആ നാട് ഞാൻ പറയില്ല, ഇതേ പ്രായക്കാരനായ ഒരു 17കാരൻ വന്നിട്ട് എന്നോട് പറയുന്നത്, അവന്റെ കുടുംബത്തിലെ ആളുകളെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വലിയ ഡോക്ടറാണ്, ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ്. പിന്നെ മറ്റൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല, ആളെ വ്യക്തമാക്കൽ എന്റെ ലക്ഷ്യമല്ലാത്തതിന്റെ പേരിൽ. അടുത്ത് വന്നാൽ നിങ്ങൾക്ക് തർക്കമുള്ള ആൾക്ക് പറഞ്ഞു തരും. അവനും ഇതുപോലെ വന്നു. എന്നിട്ട് ഇത് തന്നെയാണ് അവൻ പറഞ്ഞു, 9 വയസ്സുള്ള 6 വയസ്സുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിച്ച ഒരാളെ ഞാൻ എങ്ങനെയാണ് നബി അംഗീകരിക്കുക? അടിമകളെ അനുഭവിക്കാമെന്ന് പറഞ്ഞ ഒരാളെ ഞാൻ എങ്ങനെ നബി അംഗീകരിക്കും? അവനുമായും 2 ദിവസം ഞാൻ ഇരുന്നു. ഏതായാലും ആ കുട്ടികൾ മനസ്സ് മാറ്റി, നിനക്കിനി എന്ത് സംശയം ഉണ്ടെങ്കിലും മോൻ ചോദിക്കണം, ഇവിടെ ആയിരുന്നാലും എവിടെ ആയിരുന്നാലും എന്ന് പറഞ്ഞ സ്നേഹത്തോടു കൂടി അവന് ഞാനൊരു പുസ്തകം കൊടുത്തുവിട്ട് വായിച്ച് അവൻ തന്നെ തിരിച്ചുകൊണ്ടുവന്ന് വരികയും ചെയ്തു. ഇങ്ങനെ ഒരു 4-5ഓളം കുട്ടികൾ എൻ്റെ മുമ്പിൽ മാത്രം വന്നു. സമ്പന്നമായ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമുള്ള കുടുംബങ്ങളിൽ മാത്രമേ നടക്കുകയുള്ളൂ. സാധാരണ ചെറിയ വീടുകളിലൊന്നും നടക്കില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അല്പം സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്ന നല്ല വീടുകളിലൊക്കെയുള്ള മക്കളുടെ അവസ്ഥ ഇതാണ്. 10,000-കണക്കിന് മുസ്ലിം മക്കളല്ലേ സോഷ്യൽ മീഡിയയിൽ ഈ പ്രവാചകനെ ഞങ്ങൾ 10,000-കണക്കിന് പ്രവാചകനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് 10,000-കണക്കിന് യുവതലമുറ വന്ന് പറയാനുള്ള കാരണം എന്താ? ഇസ്ലാം പടവലങ്ങ പോലെ വളരുന്നത് കൊണ്ടാണ്. ഇദ്ദേഹം മാത്രമല്ല, എല്ലാ മുസ്ലിം പുരോഹിതന്മാരും ഇത് തലത്തിൽ പബ്ലിക്കായിട്ട് അംഗീകരിക്കുന്ന വസ്തുതയാണ്. ഇസ്ലാം തളരുവാണോ വളരുവാണോ? ചില ആളുകൾ നഗ്നസത്യങ്ങൾ തുറന്നു പറയുന്നു, ചിലർ അപ്പോഴും പറയുന്നു 10,000-കണക്കിന് ആളുകൾ ദാ ഇസ്ലാം സ്വീകരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ ഇസ്ലാം പത്തരമാറ്റാണ്. വെച്ചോ, ഇത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ എന്തെങ്കിലും തെളിവുകളുണ്ടോ? നന്ദി.